നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവള് പറയുന്നതിൽ ന്യായമില്ലെങ്കിൽ, നമുക്കത് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, ഈ ക്ഷേത്രമുറ്റത്ത് വെച്ച് തന്നെ ആ താലി അങ്ങ് അറുത്തേക്കണം. ദേ, ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട. നീ ഒന്ന് നിന്ന് തന്നാ മതി. എല്ലാ സത്യങ്ങളും അവളെ കൊണ്ട് വള്ളി പുള്ളി വിടാതെ ഞാൻ പറയിപ്പിച്ചു. നമ്മളെ മനസ്സിലാക്കും ഉറപ്പുള്ളവര് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴാമ നമ്മള് ശരിക്കും തളർന്നു പോവുക. അവര് നമുക്ക് താങ്ങായും തണലായും മാറുന്ന നമ്മള് ഉറച്ചു വിശ്വസിക്കുക. പക്ഷെ അവരോ ഇതുവരെ നമ്മൾ കാണിച്ച സ്നേഹവും വിശ്വാസവും ഒന്നും കണക്കിലെടുക്കാതെ നമ്മളെങ്ങ് തള്ളി പറയുമ്പോ സങ്കടപ്പെടാനും കരയാനും അല്ലേ നമ്മളെ പോലുള്ളവർക്ക് കഴിയും. പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളി, ഒരു സഹായം, വീഴാനൊരുങ്ങുമ്പോ ചാരി നിൽക്കാൻ കെൽപ്പുള്ള ഒരു ചുവര്, അത്ര ആഗ്രഹിക്കുന്നുള്ളൂ. അതുപോലും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്ത് സ്വന്തവും ബന്ധവും. എനിക്ക് എനിക്ക് ജീവിതത്തോട് തന്നെ വെറുപ്പ തോന്നുന്നു. ആർക്ക് വേണ്ടി അമ്മ ഈ ഓട്ടോ ഒക്കെ ഓടുന്ന? ആരെ തൃപ്തിപ്പെടുത്താനാ ഇങ്ങനെ പെടപ്പാടപ്പെടുന്ന? എന്തൊക്കെയാണ് നീ പറയുന്നത്? സങ്കടം വരും അമ്മ. ഇപ്പൊ ഒറ്റയ്ക്കിരുന്ന് ഞാനൊന്നും ചിന്തിക്കാറില്ല. അറിയാതെ കരഞ്ഞു പോവും. മുമ്പത്തെ പോലെ എന്തും തരണം ചെയ്യാനുള്ള മനസ്സൊക്കെ എനിക്ക് എവിടെയോ നഷ്ടപ്പെട്ടു. ഇനി കൂടുതലൊന്നും ചിന്തിക്കണ്ട. കാര്യങ്ങൾ അറിയിക്കുക. വിശ്വസിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവർ വിശ്വസിക്കട്ടെ. ഓ, കൊലക്കുറ്റമൊന്നും അല്ലല്ലോ. കൊച്ചിന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു വേഷം മാറൽ, ഇത് ഇത്രത്തോളം കുഴപ്പമുണ്ടാക്കുന്ന ഞാൻ ഓർത്തില്ല മോളെ. ഓർത്തിരുന്നെങ്കിൽ ഇതൊന്നും നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കില്ലായിരുന്നു. ചിലര് പറയും ഒന്ന് കരഞ്ഞ മനസ്സിലുള്ള ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. ഒക്കെ വെറുതെയാ, ചുമ്മാ പറയുന്നതാ. അല്ല, ഞാനിത് ആരോടായി പറയുന്നത്? എല്ലാ രാത്രിയും അമ്മയുടെ അടക്കി പിടിച്ച തേങ്ങല് കേട്ടുണ്ടാ ഞാൻ ഉറങ്ങാറ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അമ്മ കരഞ്ഞു തന്നെയാ ദുരിതങ്ങളെ തോൽപ്പിച്ചത്. പിടിച്ചു നിന്നതും ആ കരച്ചിലിന്റെ പുറത്താ. മോളെ, ഈ പരിഗണന എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഏത് തളർന്ന ശരീരത്തെയും ഏത് ഉടഞ്ഞ മനസ്സിനെയും അത് ഉയർത്തിക്കൊണ്ടുവരും. വിഷ്ണുവിന് നിന്നെ മനസ്സിലാക്കാനും നിന്റെ വേദനയുടെ ആഴം അറിയാനുമുള്ള കഴിവുണ്ട്. നിന്റെ ഒരു ചിരി മതിയാകും അവനിതൊക്കെ മറക്കാൻ. മറ്റു ചിലപ്പോ ഒരു ആയുസ് മുഴുവൻ കാത്തിരുന്നാലും ഇതൊന്നും മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് അമ്മ പറയുന്നത്, ഇനി ഒരു ആലോചനയോ ചിന്തയോ ഒന്നും വേണ്ട. നാളെ തന്നെ നടന്ന വിവരങ്ങളെല്ലാം അവനെ അറിയിക്കണം. സത്യമ്മ വിളിച്ചപ്പോ നീ ചെല്ലൂന്ന് തന്നെയാ ഞാൻ പറഞ്ഞത്. ചെല്ലണം. ഇനി ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഡീ, ഇത്രയും കാലം നീ ചിന്തിച്ചതും പ്രവർത്തിച്ചതും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാ. ഇനിയെങ്കിലും നീ നിനക്ക് വേണ്ടി ഒന്ന് ചിന്തിക്കും മോളെ. അപ്പൊ നിനക്ക് കിട്ടുന്നത് നിന്റെ ജീവിതമായിരിക്കും. നിനക്ക് നഷ്ടപ്പെട്ടു തോന്നുന്ന നിന്റെ ജീവിതം. അല്ല ഇത് പ്രകാശനല്ലേ ഈ ഡിവോഴ്സ് കേസൊക്കെ കൈകാര്യം ചെയ്യുന്ന ആള്? ഇയാളെന്താ ഇവിടെ? ഞാൻ വിളിച്ചിട്ട് വന്നതാ. അതെ, അവള് നമ്മളെ ഒന്ന് പേടിപ്പിച്ചല്ലോ. അപ്പൊ തിരിച്ചൊന്ന് പേടിപ്പിച്ചില്ലെങ്കിൽ സത്യഭാമ അല്ലാതാകൂടാ. ഇന്നത്തോടെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകണം.
അവള് പറയുന്നതിൽ ന്യായമില്ലെങ്കിൽ, നമുക്കത് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ ക്ഷേത്രമുറ്റത്ത് വെച്ച് തന്നെ ആ താലി അങ്ങ് അറുത്തേക്കണം. അല്ല ദേ, ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട. നീ ഒന്ന് നിന്നു തന്നാ മതി. എല്ലാ സത്യങ്ങളും അവളെ കൊണ്ട് വള്ളി പുള്ളി വിടാതെ ഞാൻ പറയിപ്പിച്ചു തരാം. വാ, വാടാ, വാ. പ്രകാശേ, കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ മൂമെന്റ് തന്നെ അവളുടെ പത്തി താഴണം. അക്കാര്യം ഞാൻ ഏറ്റു. അമ്മ മകനെ കൊണ്ട് ക്ഷേത്രം കാണാൻ എത്തിയിട്ടുണ്ടല്ലോ. ആഹാ, ശാപം മേടിച്ചു കൂട്ടുന്ന വക്കീലും കൂടെ ഉണ്ടല്ലോ. അപ്പ ഇവിടെ കാര്യമായ എന്തോ സംഭവം നടക്കാൻ പോവാണെന്ന് ചുരുക്കം. ഭഗവാനെ, നീ ഇതൊക്കെ എന്റെ മുന്നിൽ തന്നെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ടല്ലോ. ഭഗവാന് നന്ദി. ഉറപ്പിച്ചു. ഭീകരമായൊരു കുടുംബ പ്രശ്നം അജയ് ഘോഷിനോട് ചർച്ച ചെയ്യാൻ പോവാണ്. അതും അമ്പലമുറ്റത്ത്. കൊള്ളാലോ. ശാലിനി, നേരിട്ട് കാര്യങ്ങളിലേക്ക് കിടക്കാം. സത്യയുടെ അച്ഛൻ ആരാണെന്ന ചോദ്യം ഞങ്ങൾ ഒരുപാട് തവണ ചോദിച്ച കാര്യമാണ്. ഇതുവരെ ശരിയായ ഉത്തരം തരാൻ നിനക്ക് കഴിഞ്ഞിട്ടുമില്ല. ഞങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ഇതിപ്പോ സത്യയുടെ സ്കൂളിൽ സത്യയുടെ അച്ഛൻ വന്നു. ഞങ്ങളുടെ കൺമുമ്പിൽ ഞങ്ങളത് കാണുകയും ചെയ്തു. റെസ്റ്റോറന്റിൽ വന്നു നിന്റെ മകള് തന്നെ പറഞ്ഞു. അല്ല, നിനക്കിപ്പോ ഒരു ജീവിതമായി. പക്ഷെ ജീവിതം ഇല്ലാതായത് എന്റെ മകന്. ഇരു കൂട്ടർക്കും ദോഷകരമല്ലാത്തൊരു കാര്യം ദേ വക്കീല് പറയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.